വാ. ആ നോക്കട്ടെ, സുന്ദരി കുട്ടി. ഇവിടെ അങ്ങനെ പോയാ എങ്ങനെ ശരിയാക? അങ്ങനെ പോയാ ശരിയാകില്ല. വാ വാ വാ. ചേട്ടാ. ആ നോക്കട്ടെ. ആഹാ, വാവ എന്തു സുന്ദരിയാ. നോക്കട്ടേടാ. ഹേവു, ഹേവു, നീ എവിടെയാടാ? ഹേവു, അവിടെ ഞാൻ പാല് വെച്ചിട്ടുണ്ട്, വാവയ്ക്ക് വന്ന് എടുത്തിട്ട് വാ. വാ. ഓ ചേട്ടാ, വാ വാ. നോക്കട്ടെ, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഹേവു, കുട്ടിക്ക് പാലോടെ വെച്ചിട്ടൊന്ന് എടുത്തിട്ട് വന്ന്. ചെക്കന് എത്ര പറഞ്ഞാലും മനസ്സിലായില്ല. എവിടെ പോയി കളിക്കുക കേട്ടാ? ഇവിടെ നടത്തുന്ന മാറാനും പറ്റില്ലല്ലോ. ഓരോന്നെടുത്ത് വായിലിട്ടിട്ട് ഇങ്ങനെ ഇരുന്നേ, ഇങ്ങനെ ഇരുന്നു. ചെക്കനെ കൊണ്ട് കുഞ്ഞിന് ഞാനിവിടെ പാല് വെച്ചിരുന്നല്ലോ. അയ്യോ വാവ വന്നോടാ, ഇങ്ങോട്ട് വന്നോ. ഇതോടെ എനിക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. വികൃതി കുട്ടിയും കൊണ്ട്. പാലെവിടെ? അവനെടുത്ത് കുടിച്ചോ? ചെക്കനെ ഞാൻ എത്ര പറഞ്ഞാലും മനസ്സിലായില്ലേ. ഇവനിത് എവിടെ പോയി? മീശയോ? കുട്ടീന്റെ പാല് മുഴുവൻ എടുത്ത് കുടിച്ചൂല്ലേ? നിനക്ക് ഇന്നലെ പറഞ്ഞു മനസ്സിലാകാത്തത്? മാവയ്ക്ക് പച്ച പാലാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ എന്റെ മീശയാന്ന് നോക്ക. അവനോ ഒരു മീശയും. നീ എന്നോട് വെറുതെ നുണ പറയാ. നിനക്ക് അറിയില്ല കുട്ടിക്ക് എടുത്ത് വെച്ച പാല ഏതാണെന്ന്? എന്നിട്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ കുഞ്ഞിന് എടുത്ത സാധനങ്ങളൊന്നും എടുക്കരുതെന്ന്? സത്യം പറഞ്ഞ എനിക്ക് മതിയായ ഹേതം. 24 മണിക്കൂർ ഇങ്ങനെ ഓരോരോ കുരുത്തക്കൾ ഒപ്പിച്ചുകൊണ്ടേയിരുന്നു. അമ്മ ഇങ്ങനെ ഓടി ഓടി നടക്കുന്ന നീ കാണുന്നില്ല? മുരുത്തം കേട്ട ചെക്കൻ. അങ്ങോട്ട് പോയിക്കേ, അവിടുന്ന് പോയി കളിക്കേ. അതാ നല്ലത് നിനക്ക്. കുഞ്ഞ് കരയാ. അവന്റെ അടുക്ക് അവിടെ ഒരു കള്ളക്കരച്ചിലും കൊണ്ട് വരും. വാ വാ വാ, വേറെ പാല് കാച്ചി തരാം. തരാം കേട്ടോ. വാ. യുവിക്കുട്ടാ, എന്താ കൊണ്ടുവന്നത്? ഇത് യുവിക്കുട്ടിക്കുള്ളതാടാ, നിനക്കുള്ളതല്ല കേട്ടോ. അങ്ങോട്ടിരിക്കും. വാ, ഇവിടെ വന്നേ, നോക്ക് എന്തൊക്കെയാ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നേ. വാ. ഓ പോടാ, വാട്ടോ. ഇവിടെ വന്നേ. ഒരു ടോയ് ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് വാ. വന്നേ വന്നേ വന്നേ. ഒന്നൂടെ. അപ്പോ വേറൊന്നും കൂടെ തരാം കേട്ടോ. ഇതാ, ഇത് ഇഷ്ടപ്പെട്ടില്ല? ഇത് ഇഷ്ടപ്പെട്ടോ? നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? എപ്പോഴും ഇങ്ങനെ വെറുതെ നടക്കുക, ഒന്നും ചെയ്യാണ്ട്? ഞാൻ പഠിച്ചു കഴിഞ്ഞു. എന്താ പഠിത്തത്തിന്റെ കാര്യം ചോദിക്കുമ്പോ എനിക്കൊരു കരച്ചില് വരുന്നേ? നേരെ പറയാ അച്ഛനോട്. ഞാൻ പഠിച്ചത് അച്ഛ. ഞാൻ കുറച്ചു നേരം യുവിക്കുട്ടീന്റെ കൂടെ കളിക്കാൻ നിന്നത്. നിനക്കെന്താ നേരെ ഇരുന്നോളൂ സോഫയില്? ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നേ. നേരെ ഇരുന്നേ. യോവിക്കുട്ടിന്റെ ഒപ്പം കളിച്ചോണ്ടിരിക്കും തന്നെ പരിപാടി. 24 മണിക്കൂറും കുഞ്ഞു കുഞ്ഞെന്ന് പറഞ്ഞിട്ട് അതിന് ഉറങ്ങാൻ പോലും സമയക്കില്ല. അതിന്റെ പുറകെ പോകും. എനിക്ക് പറഞ്ഞു പറഞ്ഞു മടുത്തു. സ്കൂള് സത്യം പറഞ്ഞാൽ തുറന്നാ മതിയായിരുന്നു. മനുഷ്യന് മതിയായി. എന്താണത്? അമ്മ പറയുന്നത് കേട്ടൂടെ? അമ്മയ്ക്ക് കുഞ്ഞിന്റെ പുറകെ നടക്കാൻ പറ്റുമോ? നിന്റെ പുറകെ നടക്കുവോ? നീ വലിയ കുട്ടിയല്ലേ. ഇനി കുറെ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിട്ട് ചെയ്യട്ടോ. എത്ര ഹോംവർക്കാന്നറിയോ? ഹോളിഡേ ഹോംവർക്ക് എന്ന് പറഞ്ഞ് കൊടുത്തുവിട്ടിരിക്കണത്. സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ഹോംവർക്കും ഇല്ല. ഇതിപ്പോ സ്കൂള് കൂട്ടിയപ്പോഴാണ്. എനിക്കല്ല ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നത്. ഞാൻ തന്നെ എല്ലാത്തിനും പുറകെ നടക്കേണ്ടി വരും. വാ, ഇവളെയും നോക്കണം, അവനെയും പഠിപ്പിക്കണം. എന്നാ പിന്നെ ഒന്ന് അമ്മയ്ക്ക് കുഞ്ഞിനെ നോക്കണം എന്ന് പറഞ്ഞാൽ ഇരുന്ന് പഠിക്കുക. ആ ശീലമൊന്നുമില്ല. 2 മാസം അമ്മേന്റെ വീട്ടിൽ കൊണ്ട് വിടട്ടെ? അവിടെ നിക്കുവോ? വേണ്ട, അച്ഛമ്മ ഇല്ലാണ്ടെങ്കിൽ നിക്കാൻ പറ്റില്ല. എന്നൊരു കാര്യം ചെയ്തോ, സമയം ഇങ്ങനെ വേസ്റ്റ് ആക്കണ്ടേ, ബുക്ക് എടുത്ത് പഠിക്ക്. ഞാൻ പഠിച്ചോളാം അച്ഛ. എന്നെ വീട്ടിലോണ്ട് നിർത്തണ്ട.
കുട്ടീന് മാത്രം ടോയ്ലറ്റ് എനിക്കില്ല. ആദ്യം പഠിക്ക്, ടോയ് വേണമെന്ന്. പഠിച്ചില്ലെങ്കിൽ ഒരു സാധനമായി തരില്ല ഞാൻ. 2 മാസം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോണ്ടേ? അപ്പോഴേ പഴയ ബാഗും പെൻസിലും ബുക്ക് എടുത്തിട്ട് പോകേണ്ട വരും, ഇങ്ങനെ സമയം കളയാണെങ്കിൽ. എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് തുടങ്ങും. കരയാണ്ട് പോയിരുന്ന് പഠിക്കണം കേട്ടാ, കരഞ്ഞോണ്ടിരിക്കരുത്. ചായ എടുക്കാം. എന്താ എഴുതിക്കൊണ്ടിരിക്കുന്നത്? അത് വായിച്ചിട്ട് എഴുത്, എന്നാലും തലയിൽ കയറുന്നു. നോക്കിയതാ, ഇവ മേലെ കയറുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഓ, നിന്റെ അടുത്ത് കുഞ്ഞെന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. മര്യാദ അവിടെ പോയിക്കാ. വാ, എന്റെ പൊന്നു മോള് വീഴാൻ പോയടാ. കുഞ്ഞിനെ നോക്ക്, നല്ലയിടത്ത് ഞാൻ ഏൽപ്പിച്ച്. പോയിക്കാ അവിടുന്ന്. നീ പോയി പഠിച്ചോ, അത് നിനക്ക് നല്ലത്. പോയിക്കാ അവിടുന്ന്. വാ, കുട്ടി വീണതാ. ഞാൻ നോക്കണമെന്നല്ലേ പറഞ്ഞത്? എന്തെങ്കിലും കളിപ്പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് നോക്കല്ലേ വേണ്ടത്? നല്ല ആളെ നോക്കാൻ ഏൽപ്പിച്ചത്. അങ്ങോട്ട് കയറി വന്നതാണെങ്കിലോ കുട്ടിന്റെ കാര്യത്തിൽ ഓടി വന്നതാ. പോയിക്കാടുന്ന്. വാ, എന്റെ മോക്ക് എന്താണ് വേണ്ട? പേടിച്ചു പോയോടാ. ഞാൻ എവിടെയും പോയിട്ടില്ല കേട്ടോ. മേലെ തുണി ഉണങ്ങാനിടാൻ പോയതല്ലേ. വാ, ഷൂട്ടാ. യോവിക്കുട്ട നിക്കടാ, ഡ്രസ് മാറ്റണ്ടേ നമുക്ക്? വാ 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 വാ, ഓടി വാ, ഓടി വാ വാ വാ. പേപ്പർ ഒക്കെ വലിച്ചിട്ടു അല്ലേ? പേപ്പർ എല്ലാം വലിച്ചിട്ടു. കുഞ്ഞു വന്നേ, കുഞ്ഞു വന്നേ. വാ വാ, ഡ്രസ് ഒന്ന് മാറ്റി തരട്ടെ. അമ്മയുടെ പൊന്നല്ലേ വാവേ. ഇതാ ഇതാ കുട്ടീനെ പിടിച്ചു. ശരി, നമുക്കേ ഡ്രസ് മാറ്റണം, മുടിയെല്ലാം കെട്ടണം. വെള്ളം വേണോ? വെള്ളം വേണോ? ഇതിലില്ല കേട്ടോ, തരാം. വെള്ളം നേരത്തെ എടുത്ത് തരാം. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവാ മോനെ. ഇങ്ങനെ വിളിച്ചാലും കിട്ടൂല. ഹേത്താ, നോക്കട്ടെ നോക്കട്ടെ, സുന്ദരിക്കുട്ടി ആയോ നോക്കട്ടെ. ആവു ആവു ആവു, നോക്കട്ടെ. ചേടാ, പുതിയ ഡ്രസ്സിൽ യുവിക്കുട്ടിനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഭംഗിയുണ്ട്, ഭംഗിയുണ്ട്. മാറ്റണ്ട. അല്ല മാറ്റണ്ട. അമ്മേതാ വെള്ളം? എത്ര നേരെ വിളിച്ചിട്ട് എവിടെയായിരുന്നു നീ? കുട്ടിക്ക് ദാഹിച്ചിട്ടല്ലേ? എന്ത് ഭംഗിയായി എന്റെ ഡ്രസ്സാണ്. അയ്യോ, എന്റെ പൊന്നു മോനെ തൊടല്ലേ. എങ്ങനെയോ ഒന്ന് ഞാൻ പിടിച്ചിരുത്തിയതാ. ഒന്ന് മറിക്കേ.